ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആര് എന്താണോ വിതയ്ക്കുന്നത് അവരത് കൊയ്തു തന്നെ തീരണം. അന്യമത വിരോധവും ഭീകരതയും വിദ്വേഷവുമാണ് നമ്മൾ വിതയ്ക്കുന്നതെങ്കിൽ നമ്മൾ അത് തന്നെ കൊയ്യും. പരസ്പരം സ്നേഹവും സഹകരണവും യുക്തിബോധവും ചിന്തകളുമാണ് വിതയ്ക്കുന്നതെങ്കിൽ അത് കൊയ്തെടുക്കാം. അതല്ലാതെ ആരാന്റെ ജീവിതത്തിലേക്ക്, സ്വകാര്യതകളിലേക്ക്, മറ്റ് രാജ്യങ്ങളുടെ സമാധാനത്തിലേക്കൊക്കെ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചാൽ നമ്മുടെ രാജ്യം വേറൊരരികിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാനും പാകിസ്ഥാനെതിരെ പോരാടുന്ന ഈ TTPയും അൽ-ഖ്വയ്ദ ഭീകര സംഘടനയും തമ്മിൽ രഹസ്യ കരാറിൽ ഒപ്പുവെച്ചതായി സെൻസേഷണൽ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ കരാറിലൂടെ പാകിസ്ഥാന്റെ തലയിൽ ഇടിമിന്നൽ വീണു എന്നാണ് അർത്ഥമാക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ ഉടൻ തന്നെ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ആരംഭിക്കും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത്. കുറച്ചു നാളുകളായി പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ അഥവാ TTP ഈ സംഘടനയും തമ്മിൽ കടുത്ത സംഘർഷം നിലനിൽക്കുകയാണ്. അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാന്റെ പിന്തുണ TTPക്കുണ്ട്. സംഘർഷത്തിന്റെ പ്രധാനപ്പെട്ട കാരണം പാകിസ്ഥാനാണ്. അതിർത്തിയിൽ പാകിസ്ഥാനും TTPയും തമ്മിൽ വളരെ കാലമായി സംഘർഷം നിലനിൽക്കുന്നുണ്ട്. തുടർന്ന് 2024 ഡിസംബറിൽ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ പ്രവേശിപ്പിച്ച് TTP ക്യാമ്പുകൾ ആക്രമിച്ചു. നിരപരാധികളടക്കം 47 പേർ കൊല്ലപ്പെട്ടു. ഇതിൽ രോഷാകുലരായ TTP പാകിസ്ഥാനെതിരെ ആക്രമണം അഴിച്ചുവിട്ടു. അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ വ്യോമ അതിർത്തി ലംഘിച്ച ആക്രമണം നടത്തിയതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാനും TTPയെ പിന്തുണച്ചു. കഴിഞ്ഞ 3 മാസമായി അതിർത്തിയിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ കടുത്ത സംഘർഷം നിലനിൽക്കുന്നുണ്ട്. ഇതിൽ താലിബാനെയും പാകിസ്ഥാൻ സൈനികരുൾപ്പെടെ 100-ലധികം പേർ മരിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. സംഘർഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധമായി മാറുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. TTP പാകിസ്ഥാനിലെ നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഒരു സർക്കാർ സ്ഥാപിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്ന സംഘടനയാണ്. ഇത് കാരണം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലവിലെ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി TTP അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാനുമായും അൽ-ഖ്വയ്ദയുമായും രഹസ്യ കരാറിൽ ഏർപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. ലണ്ടൻ ആസ്ഥാനമായിട്ടുള്ള ഓൺലൈൻ വാർത്താ ഏജൻസിയായ അഫ്ഗാനിസ്ഥാൻ ഇന്റർനാഷണൽ ഇത് സംബന്ധിച്ചൊരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ഈ പറഞ്ഞ വാർത്താ ഏജൻസി അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. 2021 അഫ്ഗാനിസ്ഥാനിൽ ആഭ്യന്തര യുദ്ധം നിലനിന്നിരുന്നു. അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാൻ വിട്ടതിന് ശേഷമാണ് ആഭ്യന്തര യുദ്ധത്തിന് തുടക്കമായത്. ഈ യുദ്ധത്തിലൂടെ അഫ്ഗാനിസ്ഥാനിലെ പ്രസിഡന്റ് അഷ്റഫ് ഘാനിയുടെ ഭരണകൂടത്തെ അട്ടിമറിച്ച് അങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നത്. ഈ സമയത്ത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാനുമായും തെഹ്രീക്ക് താലിബാനുമായും അൽ-ഖ്വയ്ദ ഉൾപ്പെടെയുള്ള മറ്റ് വിദേശ ഭീകര സംഘടനകളുമായും ഒരു കരാറിലെത്തി. ഈ കരാറിന്റെ പേര് മിർ അലി കരാർ എന്നാണ്. ആഗോള ഭീകരനായി പ്രഖ്യാപിക്കപ്പെട്ടതും നിലവിലെ അഫ്ഗാൻ ആഭ്യന്തര മന്ത്രിയുമായ സിറാജുദ്ദീൻ ഹക്കാനിയും TTPയുടെയും അൽ-ഖ്വയ്ദ ഭീകര സംഘടനകളുടെയും കമാൻഡർമാരും തമ്മിൽ ഈ കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. കരാർ ഒപ്പുവെച്ചപ്പോൾ നിലവിലെ അഫ്ഗാൻ ആഭ്യന്തരമന്ത്രി സിറാജുദ്ദീൻ ഹക്കാനി, താലിബാന്റെ പരമോന്നത നേതാവ് മുല്ല ഹിബത്തുള്ള അഖുന്ദ്സാറ ഇവരുടെ വലങ്കൈയായിരുന്നു എന്നും പാകിസ്ഥാൻ ആസ്ഥാനമായിട്ടുള്ള ISI തീവ്രവാദികളുമായി അടുത്ത ബന്ധമുള്ളയാളാണെന്നും ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ISI പാകിസ്ഥാനെതിരെ തിരിയാൻ കാരണമാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കാരണം ISI താലിബാനെ തുടർച്ചയായി പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ കരാർ പ്രകാരം താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണം നടത്തുകയാണെങ്കിൽ അവർ പാകിസ്ഥാനും ഏറ്റെടുക്കണം. ഇസ്ലാമിക ശരീഅത്ത് നിയമത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സർക്കാർ അവിടെയും സ്ഥാപിക്കണമെന്ന് കരാറിൽ പ്രസ്താവിച്ചു. ഇക്കാര്യമാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടുന്നത്. ഈ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അഫ്ഗാനിസ്ഥാൻ നിലവിൽ പ്രവർത്തിക്കുന്നത്. 2024 ഡിസംബറിൽ പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങൾ TTP ക്യാമ്പുകളെ ലക്ഷ്യം വെച്ചിരുന്നു. അഫ്ഗാനിൽ താലിബാൻ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് പാകിസ്ഥാൻ TTP സംഘടനകളെ ലക്ഷ്യമിടുന്നത്. ഇതിൽ പ്രകോപിതരായ അഫ്ഗാൻ പ്രതിരോധ മന്ത്രിയും മുല്ല ഒമറിന്റെ മകനുമായ മുല്ല യാക്കൂബ് TTPയുടെയും അതുപോലെ TTPയുടെ ഒരു വിഭാഗമായ HGPയുടെയും നേതാക്കളെ ഉടൻ തന്നെ വിളിച്ചു വരുത്തുകയും അവരോട് ചർച്ച നടത്തുകയും ചെയ്തു. ഒരു കാലത്ത് വിതച്ചത് ഇപ്പോൾ കൊയ്ത് തീർക്കുവാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. 1971 ഇന്ത്യ പാക് യുദ്ധകാലത്ത്
പാകിസ്ഥാനില്, ഇന്നത്തെ ബംഗ്ലാദേശില് ഒരു യുവാവിന്റെ ജനനേന്ദ്രിയം പരിശോധിക്കുന്ന പാക് പട്ടാളക്കാരന്റെ ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. വേദന തോന്നും. ആ മനുഷ്യൻ മരണം മുമ്പിൽ കണ്ടിട്ട് അങ്ങനെ വിറച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിത്രം തുണിപൊക്കി നോക്കുക. പരിശോധനയിൽ അയാൾ ഹിന്ദുവാണ് എന്ന് തെളിഞ്ഞാൽ മരണമാണ് ശിക്ഷ. ഇത്തരത്തിൽ 30 ലക്ഷത്തോളം ഹിന്ദുക്കളാണ് ആ യുദ്ധകാലത്ത് ബംഗ്ലാദേശിൽ കൂട്ടക്കൊലക്കിരയായത്. 30 ലക്ഷം പച്ചയായ മനുഷ്യർ, നമ്മളെ പോലെ. ഏതാണ്ട് 4 ലക്ഷത്തോളം ഹിന്ദു സ്ത്രീകൾ ക്രൂരമായിട്ടുള്ള ബലാത്കാരത്തിനിരയായി. ഇന്ത്യയിൽ നിന്ന് മതം പറഞ്ഞ് പാകിസ്ഥാൻ വാങ്ങിക്കൊണ്ടു പോയിട്ട് അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ പൊന്നുപോലെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ലക്ഷങ്ങളെ ഉടലും തലയും വേർപെടുത്തി തള്ളുകയായിരുന്നു. മതപരമായിട്ടുള്ള ഉന്മൂലനം ലക്ഷ്യം വെച്ച് അവർ നടത്തിയ കിരാതമായ കൂട്ടക്കൊലകളിലൂടെ പാകിസ്ഥാനിലെ ഹിന്ദു ജനസംഖ്യ 1947 15% നിന്ന് ഇന്ന് വെറും 0% മാത്രമായിട്ട് മാറി. ബംഗ്ലാദേശിലേതോ 30 നിന്ന് 7% മാറി. 10 ലക്ഷത്തിന് മുകളിൽ ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന അഫ്ഗാനിസ്ഥാനിൽ ഇന്ന് 1000-ന് താഴെയായിട്ട് അവർ ചുരുങ്ങി. കണ്ടോ? ബാക്കിയുള്ളവർ കൊല്ലപ്പെടുകയോ നിർബന്ധമായി മതം മാറ്റപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്തു. ഇനിയും ഈ രാജ്യങ്ങളിലുള്ള അവശേഷിക്കുന്ന ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ജൈന, പാഴ്സി മതസ്ഥരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മോദി സർക്കാർ പൗരത്വ ബില്ല് ഭേദഗതി ചെയ്തത്. ഇതര മതസ്ഥരായതുകൊണ്ട് മാത്രം സമാധാന കരാറിലൂടെ അവർക്ക് പൗരത്വം കിട്ടട്ടെ. രാജ്യത്ത് ബലിമൃഗങ്ങളാകേണ്ടി വരരുത്. മതത്തിന്റെ പേരിൽ ഇനിയും അവർക്കിങ്ങനെ ബലിയാടുകളാകേണ്ടി വരരുത്. ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ചരിത്രപരമായ തീരുമാനത്തെ മതം പറഞ്ഞു വീണ്ടും ഈ രാജ്യത്തെ 3 പകുതി വാങ്ങിയവർക്ക് ഇവരോട് എന്തിനാണ് ദയ കാണിക്കുന്നത്? ഇന്ത്യ ഇപ്പോഴും അവരാവശ്യപ്പെട്ട് പിടിച്ചു വാങ്ങിയ രാജ്യമല്ലേ? അവരത് മെച്ചപ്പെടുത്തി കൊണ്ടുപോകട്ടെ മുന്നോട്ട്. അവർക്കായിട്ടൊരു രാജ്യം വാങ്ങാൻ അറിയാമായിരുന്നെങ്കിൽ എന്തേ അവർക്കത് മെച്ചപ്പെടുത്തുന്ന രൂപത്തിൽ പുരോഗതിയിലേക്ക് വളർത്തിക്കൊണ്ടുപോകാൻ അറിയില്ലേ? ഇന്ത്യക്കാരെ തകർക്കുന്നതിന് വേണ്ടി ചൈനയുമായി കരാറുണ്ടാക്കി ബംഗ്ലാദേശിനെ കൂട്ടുപിടിച്ച് അഫ്ഗാനെ കൂട്ടുപിടിച്ച് പാകിസ്ഥാൻ കാണിച്ചു കൂട്ടിയതൊക്കെ ഇന്ത്യക്ക് അറിയാം. എന്നിട്ട് പട്ടിണി കിടക്കുമ്പോൾ ബംഗ്ലാദേശ് ആണെങ്കിലും അഫ്ഗാൻ ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും ഇന്ത്യയോട് കൈനീട്ടി തെണ്ടാനും ഉളുപ്പില്ല. ഇപ്പോൾ ബംഗ്ലാദേശും ഇതേ അവസ്ഥയിലൂടെ. അപ്പൊ തിരിച്ചു കിട്ടുമ്പോൾ ഓർത്തില്ല അല്ലേ? താലിബാനികളെ വളർത്തിക്കൊണ്ടുവന്നപ്പോൾ ചിന്തിച്ചില്ല അല്ലേ ഇവരിന്നല്ലെങ്കിൽ നാളെ നമുക്ക് എതിരാകുമെന്ന്? അതെ, ഇന്ത്യ മനസ്സിലാക്കി അന്നും ഇന്നും എന്നും നിങ്ങളെ സഹായിക്കാൻ വിശ്വസിക്കില്ല എന്ന ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഇന്നും ബംഗ്ലാദേശിനെ ഇന്ത്യ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ പാകിസ്ഥാൻ അന്ന് വിതച്ചത് ഇന്ന് കൊയ്തുകൊണ്ടിരിക്കുക. ഇന്ത്യക്കെതിരെ ചെയ്തപ്പോൾ ഇന്ത്യ കണ്ണടച്ചു. ഇന്ത്യയും മനസ്സിലാക്കി കാലം കാത്തുവയ്ക്കുന്ന കാവ്യനീതിയാണ് പരിമിതമായിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് നല്ല രൂപത്തിൽ കിട്ടിക്കോട്ടെ എന്ന് തന്നെ അങ്ങോട്ട് ധരിച്ചു. നന്ദി.